മാസപ്പടി കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ച മകൾ ടി വീണ CMRL എക്സാലോജിക് കരാറുകളിൽ പിണറായി സ്വാധീനം ചെലുത്തിയതായി അറിയില്ലെന്നാണ് വീണ ഇഡിക്ക് മൊഴി നൽകിയത്. കർത്ത പിണറായി ബന്ധത്തെക്കുറിച്ചും തനിക്കൊന്നും അറിയില്ലെന്നും വീണ പറയുന്നു. വീണയ്ക്ക് കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പമൊന്നുകൊണ്ട് മാത്രമാണെന്നായിരുന്നു ശശിധരൻ കർത്തയുടെ മൊഴി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, തനിക്കൊന്നും അറിയില്ല, ഇത് അച്ഛനാരെങ്കിലുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടോ എന്നറിയില്ല, അതുകൊണ്ടാണോ ഈ കരാർ കിട്ടിയതെന്നറിയില്ല, ഈ കരാറിന് എങ്ങനെയാണ് പണം നൽകിയതെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്തൊരു പാവമാണ് വീണ വിജയൻ എന്ന വീണ ടി. അത്തരത്തിൽ തന്നെയാണ് ടി വീണയുടെ മൊഴികൾ. അതായത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒരേ സമയം തന്നെയും ഒപ്പം തന്നെ പിതാവ് പിണറായി വിജയനെയും രക്ഷിച്ചെടുക്കാനോ അല്ലെങ്കിൽ പരമാവധി സംരക്ഷിക്കാൻ, മൊഴികളിലൂടെ സംരക്ഷിക്കാനോ ഉള്ള ശ്രമം തന്നെയാണ് വീണ ഇവിടെ എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും നേരത്തെ ശശിധരൻ കർത്ത നൽകിയ CMRLന്റെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്ത നൽകിയിട്ടുള്ള മൊഴികൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ, തീർത്തും വ്യത്യസ്തമായ മൊഴികൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണ നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ ശശിധരൻ കർത്ത പറഞ്ഞത് ടി വീണയ്ക്ക് താൻ ഒരു കരാർ നൽകുന്നത്, IT സേവന കരാർ നൽകുന്നത് അത് പിണറായി വിജയനെ മുന്നിൽ കണ്ട് മാത്രമാണ്, പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിന്റെ പേരിലാണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുപ്പം കൊണ്ട് മാത്രമാണ് അത്തരം ഒരു കാര്യങ്ങൾക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ടി വീണയുടെ കമ്പനിയുടെ മഹാത്മ്യം അല്ലെങ്കിൽ ഏതെങ്കിലും അത് വലിയ കമ്പനിയാണ്, അത്തരത്തിലുള്ള പരിചയസമ്പത്തുള്ള കമ്പനി ആയതുകൊണ്ടൊന്നും അല്ല എന്നാണ്. എന്നാൽ ഇവിടെ അത്തരം കാര്യങ്ങളായിരുന്നു ചോദ്യം ചെയ്യലിൽ ടി വീണയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കരാർ ലഭിക്കാനുള്ള കാരണം പിതാവുമായി ഉള്ള സൗഹൃദമാണോ ശശിധരൻ കർത്തയുടേതെന്ന് ചോദിച്ചപ്പോഴാണ് വീണ ഈ ഒരു മറുപടി പറഞ്ഞത്. അങ്ങനെ പിണറായി വിജയനും ശശിധരൻ കർത്ത എന്ന താൻ കരാറുണ്ടാക്കിയ CMRL കമ്പനിയുടെ അന്നത്തെ MDയുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ചോ സൗഹൃദത്തെക്കുറിച്ചോ തനിക്ക് അറിയില്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്ന കാര്യമാണ്, പിണറായി വിജയനോട് തന്നെ ചോദിക്കണം എന്നായിരുന്നു ടി വീണ ആ ചോദ്യം ചെയ്യലിൽ ഉടനീളം അത്തരത്തിലുള്ള മറുപടികൾ, അതായത് വ്യക്തത വരുത്താത്ത, കൃത്യതയില്ലാത്ത മൊഴികൾ തന്നെയായിരുന്നു പ്രധാനമായും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേന്ദ്രീകരിച്ചെല്ലാം തന്നെ കൂടുതൽ അന്വേഷണം വേണമെന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നേരത്തെ മറ്റ് മൊഴികളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. പല ഘട്ടങ്ങളിലായി ശശിധരൻ കർത്ത നൽകിയ മൊഴികളുണ്ട്, ഒപ്പം തന്നെ മകൻ ശരണസ് കർത്ത നൽകിയ മൊഴിയുണ്ട്, CBS കർത്ത മകൾ നൽകിയ മൊഴികളുണ്ട്. ആ മൊഴികളെല്ലാം പരിശോധിച്ച് തന്നെയായിരുന്നു ടി വീണയിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. എന്നാൽ ഈ മൊഴികളിലെല്ലാം വലിയ വൈരുദ്ധ്യമുണ്ട്. അത് ടി വീണ നൽകിയ മൊഴികളാണെങ്കിലും ഒപ്പം തന്നെ ശശിധരൻ കർത്ത നൽകിയ മൊഴികളാണെങ്കിലും എല്ലാം തന്നെ വലിയ വൈരുദ്ധ്യങ്ങളാണുള്ളത്. കൃത്യമായി തന്നെ ശശിധരൻ കർത്ത എന്താണോ പറഞ്ഞത് അതിന് തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് പിണറായി വിജയനെ ആ മൊഴികളിലൂടെ സംരക്ഷിക്കുക, പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, ഏതെങ്കിലും തരത്തിൽ ശശിധരൻ കർത്തയുമായുള്ള സൗഹൃദം തന്നിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർക്ക് വ്യക്തമായി കഴിഞ്ഞാൽ ഇനി അടുത്ത ചോദ്യം ചെയ്യൽ പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് കൃത്യമായി അറിയാവുന്ന വീണ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഒന്നുമില്ല ശശിധരൻ കർത്തയുമായി എന്നത് തന്നെയാണ്. എന്നാൽ മറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് 2,78,00,000 രൂപ ടി വീണയ്ക്കും ടി വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്കുമായി നൽകിയത് പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് മാത്രമല്ല, വീണ ഒരു തരത്തിലുള്ള സേവനങ്ങളും ഈ ഒരു കമ്പനികൾക്ക് CMRL അടക്കമുള്ള കമ്പനികൾക്ക് നൽകിയിട്ടുമില്ല. അങ്ങനെ പണം നൽകുന്നതിന് വേണ്ടി, മാസപ്പടി നൽകുന്നതിന് വേണ്ടി ഒരു സംവിധാനം എന്ന നിലയിലേക്കായിരുന്നു ടി വീണ ഈ ഇടപാടുകളെയെല്ലാം കണ്ടത് എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണ്ടുകെട്ടലടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടലടക്കമുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, ടി വീണയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രീത്. ഓക്കെ ജിജീഷ്, എന്തായാലും വീണയുടെ വാദങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ശശിധരൻ കർത്ത കൃത്യമായി മൊഴി നൽകി വെച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ മാത്രമാണ് മകൾക്ക് ഈ കരാർ നൽകിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണയുടെ വാദങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നുമില്ല. മുൻ മുഖ്യമന്ത്രിക്ക് അധികം വൈകാതെ ED ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുകയും ചെയ്യും.